അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച സംസാരിച്ച വിഷയം ആധുനിക വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മതപരമായി തന്നെ നമ്മളുടെ ജീവിതത്തിൽ ബാധിക്കുന്ന മേഖലകളെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വസ്തുവായി പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയതാണ് മനുഷ്യന്റെ ആരോഗ്യവും മനുഷ്യന്റെ ജീവനും. അള്ളാഹുവിന്റെ അടുക്കൽ അത്രമേൽ വിലപിടിപ്പുള്ളതാണ് നാം ഓരോരുത്തരുടെയും ആരോഗ്യവും നാം ഓരോരുത്തരുടെയും ജീവനും. പരിശുദ്ധ ഇസ്ലാമിന്റെ മുഴുവൻ നിയമങ്ങളും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം മഖാസിദു ശരീഅ, ശരീഅത്തിന്റെ നിയമങ്ങളായി നമ്മൾ കണക്കാക്കുന്ന ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ പാലിക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പനകളുടെ പിന്നിലുള്ള പ്രധാനപ്പെട്ട 5 ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമാണ് ജീവൻ സംരക്ഷിക്കുക, അവന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്. ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളിലും വളരെ പ്രാധാന്യത്തോടുകൂടി മനുഷ്യന്റെ ആരോഗ്യത്തെയും ജീവന്റെ സംരക്ഷണത്തെയും പരിഗണിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ പല ആവർത്തി മനുഷ്യരിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവനെ നിസാരമായി കണ്ട് മനുഷ്യരെ കൊല്ലുക എന്നുള്ളത് മുഴുവൻ മനുഷ്യരാശിയെയും കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് അള്ളാഹു പ്രസ്താവിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മുഴുവൻ മാനവ കുലത്തിന്റെയും ജീവൻ രക്ഷിച്ചതിന് സംരക്ഷിച്ചതിന് തുല്യമാണെന്നും അള്ളാഹു പറയുന്നതായി കാണാൻ സാധിക്കും. വമൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ. ആരെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ അപഹരിച്ചാൽ അല്ലെങ്കിൽ ജീവൻ അപഹരിക്കാൻ കാരണമായാൽ അവൻ കാലാകാല നരകത്തിന് അവകാശിയാണ് എന്നും ഖുർആൻ പല ആവർത്തി പല രൂപത്തിൽ നമ്മളോട് പറയുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ മനുഷ്യന്റെ ജീവൻ അതെത്ര മോശപ്പെട്ടവനെന്ന് നമ്മൾ കണക്കാക്കുന്ന മനുഷ്യരുമാകട്ടെ, ആ മനുഷ്യരുടെ ജീവന് അത്രമേൽ വിലയുള്ളതായി ഇസ്ലാമിക ശരീഅത്ത് കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇസ്ലാമിക നിയമങ്ങളുടെ അടിസ്ഥാന പരിഗണനാ വിഷയങ്ങളിൽ പോലും മനുഷ്യന്റെ ആരോഗ്യത്തെയും ജീവനെയും അള്ളാഹു പരിഗണിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ഇസ്ലാമിക നിയമങ്ങൾ പരിശോധിച്ചാൽ ആ നിയമങ്ങളിൽ നിർബന്ധമായി നമ്മൾ അനുഷ്ഠിക്കേണ്ട ആരാധനാ കർമ്മങ്ങളിൽ പോലും ആരോഗ്യത്തിന് ഹാനികരമാകുന്ന സാഹചര്യങ്ങളിൽ മറ്റ് പല ഓപ്ഷനുകളും അല്ലാഹു തആല തന്നിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ നിർബന്ധപൂർവം അനുസരിക്കേണ്ട കർമ്മങ്ങളിൽ പോലും അവന്റെ ആരോഗ്യം, അവന്റെ ജീവൻ എന്നിവയിൽ ഭീഷണി നേരിടുന്ന സന്ദർഭങ്ങളിൽ അൾട്ടർനേറ്റീവ് ഓപ്ഷനുകൾ ഇസ്ലാം മുമ്പിലേക്ക് വെക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആരോഗ്യകരമായ എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യന്റെ നോമ്പിനെ കുറിച്ച് ഇസ്ലാം വിശദമായി തന്നെ അവന്റെ ആരോഗ്യത്തിന് യാതൊരു കോട്ടവും സംഭവിക്കാത്ത തരത്തിൽ ആ നോമ്പിന്റെ പ്രതിഫലം കരസ്ഥമാക്കാനും ആ നോമ്പ് അനുഷ്ഠിച്ചവന് ലഭിക്കുന്ന പുണ്യങ്ങൾ ലഭിക്കാനും മറ്റ് പല ഓപ്ഷനുകളും നമ്മളുടെ മുമ്പിലേക്ക് വെക്കുന്നതായി കാണാൻ സാധിക്കും. നമസ്കാരത്തിൽ പോലും, ജമാഅത്ത് നമസ്കാരത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തോടുകൂടി മുസ്ലിമീങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിരുന്ന കർമ്മമാണ് ജമാഅത്തായിട്ടുള്ള നമസ്കാരം. പരസ്യമായി അറിയപ്പെട്ട മുനാഫിഖുകൾ പോലും ഒരു നേരത്തെ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് പിന്താൻ ധൈര്യം കാണിച്ചിരുന്നില്ല. അത്രമേൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, നമ്മളൊക്കെ തോന്നുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവസരമൊത്താൽ മാത്രം ജീവിതത്തിൽ പരിഗണിക്കുന്ന കർമ്മമായ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് പരസ്യമായി അറിയപ്പെട്ട മുനാഫിക്കുകൾ പോലും പിന്തി വന്നിരുന്നില്ല, അല്ലെങ്കിൽ ജമാഅത്ത് നമസ്കാരത്തിന് വരാതിരുന്നില്ല. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരം എന്നുള്ളത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച സ്ഥലത്ത് വന്ന് നമസ്കരിക്കേണ്ട കർമ്മമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോഴും ശക്തമായി മഴ പെയ്യുന്ന സമയത്ത് മഗ്രിബിന്റെ നമസ്കാരത്തോടുകൂടി ഇശായുടെ നമസ്കാരവും ചേർത്ത് നമസ്കരിച്ച് അലാ സല്ലു ഫീ റിഹാലിക്കും, വരാത്തവർ ബാക്കിയുള്ളവർ അവരുടെ വീടുകളിൽ തന്നെ നമസ്കരിച്ചു കൊള്ളുക എന്ന് ബാങ്കിനോടൊപ്പം ചേർന്ന് വിളിച്ചു പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു.
മഗ്‌രിബിനോടൊപ്പം ഇശായും കൂടെ ജംആയിട്ട് നമസ്കരിക്കും. കാരണം ശക്തമായ മഴയാണ്. ഈ മഴയത്ത് ഇരുട്ടത്ത് ഇശ നമസ്കരിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്ന ആളുകൾ വഴിയിൽ എന്തെങ്കിലും അപകടങ്ങളിൽപ്പെട്ട് ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനോ ജീവൻ നഷ്ടപ്പെട്ടു പോകാനോ അപകടത്തിൽപ്പെടാനോ സാധ്യതയുണ്ടെന്ന ബോധ്യമുള്ളത് കൊണ്ട് മനുഷ്യന്റെ ആരോഗ്യത്തിനും ജീവനും അള്ളാഹുവും റസൂലും അത്രമേൽ വില കൽപ്പിച്ചിരുന്നത് കൊണ്ട് അങ്ങനെ പോലും പ്രഖ്യാപിച്ചിരുന്ന സംഭവങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വിലപ്പെട്ട ജീവൻ, ഈ വിലപ്പെട്ട ആരോഗ്യം, ഇത് രണ്ടും സംരക്ഷിക്കുക എന്നുള്ളത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഇസ്ലാമിക വീക്ഷണ പ്രകാരം നമുക്ക് അല്ലാഹു തആല നൽകിയ ഈ ആരോഗ്യം, ഈ ജീവൻ, ഈ അവയവങ്ങൾ, ഇതൊന്നിനു പോലും നമ്മളുടെ പ്രവൃത്തി മൂലം കേടുവരാതെ തിരിച്ച് അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ട അമാനത്താണ് എന്ന് വിശ്വസിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് മദ്യം മുതൽ ശരീരത്തിന് ഹാനികരമാകുന്ന സകലമാന വസ്തുക്കളെയും ഇസ്ലാം ഹറാമാണ് എന്ന് പറഞ്ഞു തന്നെ വിലക്കുന്നത്. ഇസ്ലാം ഹറാമാണ് എന്ന് പറഞ്ഞു തന്നെ വിലക്കുന്നതിന്റെ കാരണം അതാണ്. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, നബിയെ താങ്കളോട് മദ്യത്തെ കുറിച്ച് ചോദിക്കും. ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ് വ ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. താങ്കൾ അവരോട് പറയണം, മദ്യപിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ നന്മയും തിന്മയും ലഭിക്കും. എന്താണ് നന്മ? കുറെ സമയത്തേക്ക് അവൻ താൽക്കാലികമായി അനുഭവിക്കുന്ന ടെൻഷനുകൾ അവൻ മറന്നുപോകും. താൽക്കാലികമായി അനുഭവിക്കുന്ന ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും വേദനകളും അവന്റെ ബോധം മറയുന്നതോടുകൂടി അവൻ മറന്നുപോകും. അങ്ങനെ ഒരു ആശ്വാസത്തിൽ സ്വസ്ഥമായി അവന് കിടന്നുറങ്ങാൻ സാധിക്കുമെന്നൊരു നന്മ മദ്യത്തിലുണ്ട്. പക്ഷേ അത് കഴിക്കുന്ന സമയത്ത് അവന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും ഉണ്ടാകുന്ന മാരകമായ അപകടങ്ങൾ, അവന്റെ ബുദ്ധിക്കും ബോധത്തിനും ഉണ്ടാകുന്ന അപകടങ്ങൾ, ആ അപകടങ്ങളിലൂടെ അന്യനായ ഒരു മനുഷ്യനെ അവൻ ഉപദ്രവിക്കുകയും അതിലൂടെ അന്യനായ ഒരു മനുഷ്യനുണ്ടാകുന്ന ശാരീരികമായ ഭീഷണികൾ, ഇത് വളരെ കടുത്തതാണ്. അതുകൊണ്ട് എന്തെല്ലാം ന്യായം നിങ്ങൾ പറഞ്ഞാലും ശരി, നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന മദ്യത്തെ ഹറാമാണ് എന്ന് തന്നെ അല്ലാഹു തആല പ്രഖ്യാപിക്കുന്നതിന്റെ കാരണം നമ്മളുടെ ആരോഗ്യം നശിപ്പിക്കും എന്നുള്ളതാണ്. മനുഷ്യന്റെ ശരീരം, മനുഷ്യന്റെ ആരോഗ്യം. അതുകൊണ്ടാണ് മനുഷ്യന്റെ ജീവൻ സ്വയം നഷ്ടപ്പെടുത്തുന്ന പ്രക്രിയയായ ആത്മഹത്യയെ കടുത്ത ഭാഷയിൽ ഇസ്ലാം വിലക്കുന്നത്. ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ മയ്യത്ത് നമസ്കാരത്തിൽ പോലും ആരും പങ്കെടുക്കാൻ പാടില്ല എന്ന് പോലും ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ കാരണം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ വിഷം കഴിച്ച് അവന്റെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലച്ചു പോകുന്ന രീതിയിൽ അവന്റെ ആന്തരിക അവയവങ്ങളെ നശിപ്പിച്ച് അവന്റെ ജീവൻ അവൻ തന്നെ ഹനിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി അവന്റെ ശരീരം ചിന്നി ചിതറിപ്പോകുന്ന രീതിയിൽ അവന്റെ ജീവൻ അപഹരിച്ചാൽ, നാളെ ഖിയാമത്ത് നാളിൽ ആ മനുഷ്യൻ എത്ര നന്മകൾ ചെയ്തവനാണെങ്കിലും അവനെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരപ്പെടും. അവൻ നശിപ്പിച്ചു കളഞ്ഞ, അള്ളാഹു നൽകിയ ശരീരത്തെ അവൻ നശിപ്പിച്ചു കളഞ്ഞു എന്ന കാരണത്തിന്റെ പാപത്തിന്റെ പേരിൽ അവൻ നരകത്തിൽ കാലാകാലം ഇതേ പ്രവൃത്തി ആവർത്തിച്ച് ചെയ്യാൻ ശിക്ഷ വിധിക്കപ്പെട്ടവനായി നിശ്ചയിക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ ആത്മഹത്യയുടെ ഗൗരവത്തെ കുറിച്ച് പോലും പറഞ്ഞത് മനുഷ്യന്റെ ശരീരത്തിനും ആരോഗ്യത്തിനും ഇസ്ലാം നൽകുന്ന പ്രാധാന്യത്തിന്റെ പേരിലാണ്. നമ്മൾ ഈ ആരോഗ്യത്തെയും അത് സംരക്ഷിക്കേണ്ട ബാധ്യതയെയും ഇന്ന് അതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സംവിധാനങ്ങളെ കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മതപരമായ വിദ്യാഭ്യാസവും ഭൗതികമായ വിദ്യാഭ്യാസത്തെയും ഇന്ന് ആധുനിക മുസ്ലിം പണ്ഡിതന്മാര് തന്നെ, അല്ലെങ്കിൽ ഇന്നത്തെ ചില മുസ്ലിമീങ്ങൾ അതിനെ രണ്ട് തട്ടുകളിലായി തരംതിരിച്ച് ഒന്നിനെ മതപരമായും പരലോകത്തും ഗുണം ലഭിക്കുന്നതെന്നും മറ്റേത് ഒരു ഗുണവും ഇല്ലാത്തത് എന്നും നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാലമാണ്. ആദ്യകാല ഇസ്ലാമിക പണ്ഡിതന്മാരെ പരിശോധിച്ച് നോക്കിയാൽ അവര് അറിവിനെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. മനുഷ്യന് പ്രയോജനമുള്ള അറിവിനെ കുറിച്ച് ഇമാം ശാഫിഈ റഹിമഹുല്ല പറയുന്നു, അൽ ഇൽമു ഇൽമാൻ, അറിവ് എന്നുള്ളത് രണ്ട് അറിവാണ്. ഒന്ന് ഇൽമു ശരീഅ, അള്ളാഹുവിന്റെ നിയമങ്ങളെ കുറിച്ചുള്ള അറിവ്. രണ്ട് ഇൽമു തിബ്ബ്, മെഡിസിൻ, മനുഷ്യന്റെ ആരോഗ്യപരമായ വിഷയങ്ങൾ. ആ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിൽ ഗുരുതരമായ അസുഖങ്ങൾ ബാധിക്കുമ്പോൾ അതിന് നൽകേണ്ട മരുന്നിനെയും അതിന്റെ ചികിത്സയെയും കുറിച്ചുള്ള അറിവ്. ഈ രണ്ട് അറിവും പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രമല്ല, നമ്മളൊക്കെ സുന്നികളാണ്, ഷാഫി മദ്ഹബിനെ പിൻപറ്റുന്ന ആളുകളാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒരു നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും ബാധ്യതയായി പറയുന്നത് കാണാൻ സാധിക്കും. ഒരു നാട്ടിൽ
അള്ളാഹുവിന്റെ നിയമങ്ങളെയും ദീനിനെയും ദീനിന്റെ വിഷയങ്ങളെക്കുറിച്ചും അറിവുള്ള പണ്ഡിതനില്ലെങ്കിൽ ആ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ് സ്വന്തം കാശ് ചെലവാക്കി നാട്ടിലെ മുഴുവൻ ആളുകളും കൂടെ ചേർന്ന് ഒരു മനുഷ്യനെ പഠിപ്പിച്ച് ദീനിയായ അറിവുകൾ തങ്ങൾക്ക് നേടാൻ പാകത്തിന് ഒരു പണ്ഡിതനെ ഉണ്ടാക്കുക എന്നുള്ളത്. അതേ ഗൗരവത്തിൽ ഇമാം ശാഫിഈ പറയുന്നു, അതുപോലെ തന്നെ ബാധ്യതയാണ് ഒരു നാട്ടിൽ ഒരു ആശുപത്രി ഇല്ല, ഒരു നാട്ടിൽ ഒരു ഡോക്ടർ ഇല്ല എങ്കിൽ ആ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും നിർബന്ധ ബാധ്യതയാണ് അവര് സ്വന്തം കാശ് ചെലവാക്കി ആ നാട്ടിൽ പഠിക്കാൻ ഏറ്റവും മിടുക്കരായ ഒരു വിദ്യാർത്ഥിയെ കണ്ടെത്തി സ്വന്തം ചിലവിൽ ആ നാട്ടുകാർ ആ വിദ്യാർത്ഥിയെ പഠിപ്പിച്ച് ഡോക്ടറാക്കി ആ ഡോക്ടറിന് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് മനുഷ്യനെ അവന്റെ ആരോഗ്യവും ജീവനും നഷ്ടപ്പെടുന്ന ഗുരുതരമായ അപകടകരമായ അവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് ഫർള് കിഫായയാണ് എന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് കാണാം. ഫർള് കിഫായ എന്ന് പറഞ്ഞ വാക്ക് മറ്റൊരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുള്ളത് മയ്യത്ത് നമസ്കാരമാണ്. ഒരാൾ മരിച്ചാൽ അയാളെ മയ്യത്ത് നമസ്കരിച്ച് മയ്യത്ത് അടക്കുക എന്നുള്ളത് ഫർള് കിഫായയാണ്. നമ്മളൊക്കെ ചെറിയ മദ്രസയിൽ ഇത് പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നാട്ടിലെ ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും പാപികളാകും. ആരെങ്കിലും കുറച്ചാളുകൾ അവരൊരു സാമൂഹിക ഉത്തരവാദിത്തം എന്ന നിലയിൽ ഏറ്റെടുത്ത് ചെയ്താൽ എല്ലാവരും പാപത്തിൽ നിന്ന് ഒഴിവാകും. ഇതേ ഫർള് കിഫായയാണ് ഒരു നാട്ടിൽ മരുന്നിനെ കുറിച്ച് പഠിച്ച ആധികാരികമായി അറിവുള്ള ചികിത്സിക്കാൻ അന്ന് നിലവിലുള്ള സംവിധാനങ്ങളിൽ ബിരുദവും പഠിത്തവും നടത്തി യോഗ്യനായി എന്ന് ആളുകൾക്കും അതിന്റെ വിഭാഗമായ ആളുകൾക്കും ബോധ്യപ്പെടുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ മരിച്ചാൽ അവനെ ഖബറടക്കൽ മുസ്ലിമീങ്ങൾക്ക് ഏത് വിധേന ഫർള് കിഫായയാണോ അങ്ങനെ തന്നെ ഫർള് കിഫായയാണെന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതേ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞിട്ടാണ് ഇന്ന് ആശുപത്രിയിൽ പോകേണ്ട രോഗിയെ മറ്റ് പല കേന്ദ്രങ്ങളിലേക്കും വിട്ട് പിഞ്ഞാണി വെള്ളം കുടിപ്പിച്ച് കൊന്നുകളയുന്നത്. ഇതേ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് വന്നിരുന്നിട്ടാണ് ഇന്ന് ആശുപത്രികളിലേക്ക് പോയി ജീവൻ നിലനിർത്തേണ്ട മനുഷ്യനെ സൂചി കൊണ്ടുവന്ന് കുത്തി ഇതിലൂടെ എല്ലാം മാറ്റാമെന്ന് പറഞ്ഞ് വ്യാമോഹം നൽകി തെറ്റിദ്ധരിപ്പിച്ച് കൊന്നു കളയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെയാണ് ചികിത്സ ഇസ്ലാമിൽ അത്ര പ്രധാനപ്പെട്ടതാകുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബി ഫർളായ നമസ്കാരം നമസ്കരിക്കുന്നതിന് വേണ്ടി തന്റെ തലയിലെ മുറിവും വെച്ചുകൊണ്ട് കുളിക്കണമോ വേണ്ടയോ എന്ന് ഫത്വ ചോദിക്കുന്ന സമയത്ത് അറിവില്ലാതെ ഫത്വ കൊടുത്ത് തലയിലെ മുറിവ് പഴുപ്പും ആ പഴുപ്പിലൂടെ ഇദ്ദേഹം മരണപ്പെട്ടു പോകും എന്ന തിരിച്ചറിവും വൈദ്യശാസ്ത്രപരമായ ബോധ്യവും ഇല്ലാതെ കേവലം ഖുർആനിന്റെ ഒരായത്തിന്റെ ഒരു ഭാഗം മാത്രം അതിന്റെ അർത്ഥം മാത്രം പഠിച്ചിട്ട് ആ മനുഷ്യനോട് കുളിച്ച് നിസ്കരിക്കാൻ പറയുകയും അദ്ദേഹം കുളിച്ച് നമസ്കരിക്കുകയും ആ മുറിവ് പഴുക്കുകയും അദ്ദേഹം മരണപ്പെടുകയും നബി തങ്ങളുടെ അടുക്കലേക്ക് വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പൊതുവെ സൗമ്യനായ ശാന്തനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രത്തിൽ അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രം കോപം കൊണ്ട് മുഖത്തിന്റെ നിറം മാറിയിട്ടുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോപിക്കുകയും മുഖത്തിന്റെ നിറം മാറുകയും വിവരക്കേട് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ഈ മനുഷ്യനെ കൊന്നുകളഞ്ഞതാണ്, നിങ്ങളെയും അല്ലാഹു തആല കൊന്നുകളയട്ടെ. ഇന്നമാ ശിഫാഉൽ ബിഇ അസ്സുആൽ. അറിയാത്തവൻ ചികിത്സിക്കാൻ നിൽക്കരുത്, അറിയാത്തവൻ നിയമം പറയാൻ നിൽക്കരുത്, അറിയാത്തവൻ അഭിപ്രായം പറയാൻ നിൽക്കരുത്. അറിയുന്നവർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി വിട്ടുകൊടുത്തതിന് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാചകം അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്. സാധാരണ ഉറുദുവിലൊരു പഴഞ്ചൊല്ലുണ്ട്, ആദാ മുല്ല ദീൻ കാ ഖാതിർ ഹേ. പകുതി പഠിച്ച മുല്ല, പകുതി പഠിച്ച പണ്ഡിതൻ ഖുർആനിന്റെ ഏതെങ്കിലും ഒക്കെ ഭാഗം മാത്രം അതിന്റെ അർത്ഥം മാത്രം പഠിച്ചിട്ട് ബാക്കിയൊക്കെ വായി തോന്നുന്നത് പറയാമെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ ദീനിനെ കൊന്നുകളയുന്ന, ദീനിനെ നശിപ്പിച്ചു കളയുന്ന ആളാണ്. അതുപോലെ ആദാ തബീബ് ബദൻ കാ ഖാതിർ ഹേ. പകുതി പഠിച്ച ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ വായിച്ച് ഏതെങ്കിലുമൊക്കെ റാപ്പിഡ് കോഴ്സുകളിൽ പോയി ഏതെങ്കിലുമൊക്കെ മാസക്കണക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ആഴ്ചയിൽ 1-2 ദിവസം മണിക്കൂറുകൾ മാത്രം നിശ്ചയിക്കുന്ന കോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ പോയി കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് ചികിത്സിക്കാൻ നിൽക്കുന്ന ഡോക്ടർ അല്ലെങ്കിൽ വൈദ്യൻ എന്ന് പറയുന്നവൻ മനുഷ്യന്റെ ശരീരത്തെ കൊന്നുകളയുന്ന കൊലയാളിയാണ് എന്ന് സാധാരണ ഉറുദുവിൽ ഒരു ചൊല്ലുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക മതവിഷയങ്ങളിൽ ദീനിനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു പണ്ഡിതന്റെ റോള് എന്താണോ
അതേ റോളാണ് മനുഷ്യന്റെ ജീവന്റെയും ആരോഗ്യത്തിന്റെയും ശരീരത്തിന്റെയും വിഷയത്തിൽ ഒരു ഡോക്ടറിനുള്ളത്. സാധാരണ ഇമാമിങ്ങൾ പറയാറുണ്ട്, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കെട്ടകാലത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തഖദൻ നാസു റുഊസൻ ജുഹാല, ഒരു കാലം വരും അന്ന് ദീനിനെ കുറിച്ച് വലിയ അറിവൊന്നും കാണുകയില്ല, എന്തെങ്കിലുമൊക്കെ കുറെ പഠിച്ചു വെച്ചിട്ട് കുറെ ആളുകളുടെ പിന്തുണയുണ്ട് എന്നതിന്റെ പേരിൽ ചില വിവരമില്ലാത്ത ആളുകളെ ജനങ്ങൾ നേതാക്കന്മാരായി നിശ്ചയിക്കും. ആളുകൾ വന്ന് അവരോട് ദീനിന്റെ നിയമം ചോദിക്കും. വലിയ അറിവൊന്നും ഇല്ലെങ്കിലും മതത്തിന്റെ ആധികാരിക വിഷയങ്ങളിൽ അങ്ങനത്തെ നേതാക്കന്മാർ അഭിപ്രായം പറയും. അവരും പിഴച്ചു പോകും, ചോദിക്കാൻ ചെല്ലുന്ന ആളുകളെയും പിഴപ്പിച്ചു കളയും. മതത്തിന്റെ നിയമങ്ങൾ കൃത്യമായി അറിയാതെ മതവിധി പുറപ്പെടുവിക്കുന്ന പണ്ഡിതനെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് ഏറ്റവും അക്രമിയായ മനുഷ്യൻ എന്നാണ്. മതത്തിന്റെ വിഷയത്തിൽ മതനിയമം കൃത്യമായി അറിയാതെ യോഗ്യതയില്ലാതെ ഫത്വ പുറപ്പെടുവിക്കുന്ന പണ്ഡിതനെ പോലെ തന്നെയാണ് കൃത്യമായി മനുഷ്യ ശരീരത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകത്ത് എല്ലാവരും അംഗീകരിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തെക്കുറിച്ചും കൃത്യമായ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ ചികിത്സിക്കാൻ നടക്കുന്ന മനുഷ്യരെ കുറിച്ചും ഇസ്ലാമിന് പറയാനുള്ളത് ഏറ്റവും അക്രമിയായ മനുഷ്യൻ. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ലോകത്ത് മോഡേൺ മെഡിസിൻ എങ്ങനെയാണ് വികസിച്ചു വന്നതെന്നും ഇന്ന് നമ്മൾ ഈ കാണുന്ന ഓരോ മേഖലയായി ഇന്നത്തെ വൈദ്യശാസ്ത്രത്തെ തിരിക്കുകയും അതിന് അബൂബക്കർ റാസിയും ഇബ്നു സീനയും ഒക്കെ നൽകിയ സംഭാവനകളും ലോകത്താദ്യമായി ആ വിഷയത്തിൽ പുസ്തകങ്ങൾ എഴുതുകയും പ്രത്യേക വിഷയമായി തിരഞ്ഞെടുത്ത് ഓരോ വിഷയത്തിന്റെയും നാഴിക കല്ലായ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത മുസ്ലിം പണ്ഡിതന്മാരെ കുറിച്ച്, ലോകത്താദ്യമായി ആശുപത്രി സ്ഥാപിക്കുകയും മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഇതെത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് ലോകത്തിന് ആദ്യമായി 9-ാം നൂറ്റാണ്ടിൽ ബഗ്ദാദിൽ ഇരുന്നു കൊണ്ട് അബൂബക്കർ റാസി പഠിപ്പിച്ചതിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇവരുടെയൊക്കെ പിന്നിൽ ചാലക ശക്തിയായി പ്രവർത്തിച്ചത് ഇസ്ലാമിന്റെ ഈ അധ്യാപനങ്ങളും ഈ ഖുർആനിന്റെ ആയത്തുകളുമാണ്. വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു പ്രവൃത്തിയും നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യവും, അത് അകത്തേക്ക് എടുക്കുന്ന മരുന്നുകൾ, അകത്തേക്ക് എടുക്കുന്ന ദ്രാവക കരരൂപത്തിലുള്ള വസ്തുക്കളാകട്ടെ, പുറത്ത് തേക്കുന്ന വസ്തുക്കളാകട്ടെ, ശരീരത്തിനെ ദൂഷ്യം ചെയ്യുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത് എന്ന് ഖുർആനിന്റെ യാതൊരുവിധ ശങ്കയും യാതൊരുവിധ വ്യാഖ്യാന സാധ്യതയും ഇല്ലാത്ത പ്രസ്താവന. അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ശരീരത്തിന് മോശമായ അവസ്ഥയിലേക്ക് അത് പോകുന്ന സമയത്ത് കൃത്യമായ ട്രീറ്റ്മെന്റുകൾ, കൃത്യമായ മരുന്ന് കൊടുത്ത് ശരീരത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും നിങ്ങളുടെ നിർബന്ധ ബാധ്യതയാണ്. ആരായിരിക്കണം ചികിത്സിക്കേണ്ടത്? ഇസ്ലാമിക നിയമങ്ങളിൽ വർഷങ്ങൾ പഠിച്ച പണ്ഡിതന്മാര്, കൃത്യമായ അറിവും യോഗ്യതയും ഉള്ളവർ മാത്രമേ മതനിയമം പറയാൻ പാടുള്ളൂ. അല്ലാത്തവർ മതനിയമം പറയാൻ ഇരുന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ മുഖമായിരിക്കും വികലമാകുന്നത്. മുസ്ലിമീങ്ങളെ ആയിരിക്കും, ഖുർആനിനെ ആയിരിക്കും, ഹദീസിനെ ആയിരിക്കും ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. അത് ലോകത്ത് വലിയ നാശങ്ങൾ ഉണ്ടാക്കും എന്നതുപോലെ ചികിത്സ അറിയാത്തവൻ ചികിത്സിക്കാൻ ഇരുന്നാൽ അത് മനുഷ്യന്റെ ജീവിതത്തിൽ ഗുരുതരമായ വിപത്തുകൾ ഉണ്ടാക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, ഏറ്റവും സങ്കീർണമായ ഒരു പ്രശ്നം തന്നെയാണ് പ്രസവം എന്നുള്ളത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന്റെ വാതിൽ വരെ സഞ്ചരിച്ചിട്ടാണ് ഒരു സ്ത്രീ പ്രസവിക്കുന്നത്. നമ്മൾ സാധാരണ സുഖപ്രസവം എന്ന് പറയും, അത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. അല്ലാഹു ഖുർആനിൽ 4 സ്ഥലത്ത് പറഞ്ഞു, ഹമലഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ. പ്രയാസത്തിന്റെ പുറത്ത് പ്രയാസം, കഷ്ടപ്പാടിന്റെ പുറത്ത് കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് പ്രസവം നൽകുന്ന മനുഷ്യരാശി നിലനിർത്താൻ ആവശ്യമായ ഏറ്റവും അടിസ്ഥാനപരമായ പ്രക്രിയയായ പ്രസവത്തിന് ഒരു പെണ്ണ് തയ്യാറാകുന്നത്. കഷ്ടപ്പാടിന്റെ പുറത്ത് കഷ്ടപ്പാട് സഹിച്ചിട്ടാണ്. നമ്മൾ സുഖപ്രസവം എന്ന് പറയും, സാധാരണ പറയും ബില്ല് വരുമ്പോൾ ഭർത്താവിന് മാത്രമേ സുഖം കിട്ടാറുള്ളൂ. സിസേറിയൻ ആണെങ്കിൽ ബില്ല് കൂടുതലായിരിക്കും, സുഖപ്രസവം ആണെങ്കിൽ 10,000-20,000 രൂപയോ കുറവായിരിക്കും. ഒരു പെണ്ണ് തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും സങ്കീർണമായ അവസ്ഥയാണ് പ്രസവം. ആ സങ്കീർണമായ അവസ്ഥയിൽ മരണത്തിന്റെ വാതിൽ വരെ സഞ്ചരിച്ചിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. ഈ പ്രക്രിയ സങ്കീർണമായതോടുകൂടി ഈ പ്രക്രിയയിൽ ഭാഗവാക്കാകുന്ന മാതാവും കുഞ്ഞും രണ്ടുപേരുടെയും ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. പഴയ കാലത്ത് ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് പോലും ഇസ്ലാമിക രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ചരിത്രങ്ങളിൽ പ്രസവം എടുക്കുന്നതിനെ കുറിച്ച് പ്രത്യേകം ആധികാരികമായി പഠിച്ച സ്ത്രീകളായിരുന്നു പ്രസവം എടുത്തിരുന്നത്. ഖാബില എന്നാണ് അവരുടെ പേര്.
അപ്പോഴാണ് ഇപ്പോ ആനയും പശുവും പോത്തും ഒക്കെ പ്രസവിക്കുന്നു, അതുകൊണ്ട് വീട്ടിൽ ഒരു മുറിയിൽ വെറുതെ പ്രസവിച്ചിട്ട് പൊയ്ക്കൊള്ളും, ആശുപത്രിക്കാരെ ചൂഷണം ചെയ്യുകയാണ് എന്ന് പറയുന്നത്. ഈ സംവിധാനങ്ങൾ, ഈ ഓപ്പറേഷനുള്ള, സിസേറിയനുള്ള, സ്കാനിങ്ങിനുള്ള മെഷീനുകളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് പോലും ഖാബിലത്ത് എന്ന ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്ന പ്രസവം എടുക്കുന്നതിനെ കുറിച്ച് വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ ഗൈനക്കോളജിയിൽ MD ചെയ്തു എന്ന് പറയാൻ പാകത്തിന് ഇതിനെക്കുറിച്ച് പ്രത്യേകം പഠിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അവരായിരുന്നു ഈ പണി ചെയ്തിരുന്നത്. കാരണം ഈ പ്രക്രിയ സങ്കീർണമാണ് എന്ന് ഖുർആൻ പല ആവർത്തി പറഞ്ഞതാണ്. സങ്കീർണമായ പ്രക്രിയയിലൂടെ ജനിക്കുകയും ജന്മം നൽകുകയും ചെയ്യുന്ന ആളുകൾ അതിഗുരുതരമായ ശാരീരിക അവസ്ഥയിലേക്ക് പോകാനും മരണത്തിലേക്ക് എത്താനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ മുൻകരുതലോടുകൂടി മാത്രം നടത്തേണ്ട പ്രക്രിയയാണിത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും അതിന് ആവശ്യമായ ഇന്ന് നിലവിൽ ലഭിക്കുന്ന പ്രക്രിയകൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഒരുക്കാതെ ഇങ്ങനെ ഒരു അതിബുദ്ധിക്ക് മുതിരുകയും അതിലൂടെ മരണപ്പെടുകയും ചെയ്താൽ അള്ളാഹുവിന്റെ അടുക്കൽ കൊലക്കുറ്റത്തിന് സമാധാനം പറയേണ്ടി വരും. പിന്നെ ചോദിക്കുന്ന ചോദ്യം, ഇന്ത്യ രാജ്യത്ത് ഇതിനെതിരെ നിയമമൊന്നുമില്ലല്ലോ എന്നാണ്. ഏത് പെണ്ണിന് വേണമെങ്കിലും എവിടെ പ്രസവിക്കണമെന്ന് തീരുമാനിക്കാൻ ഭരണഘടന അവകാശം തരുന്നുണ്ട് എന്നാണ് ചില ആളുകൾ പറയുന്നത്. ശരിയാണ്, ഭരണഘടന പെണ്ണിന് അവകാശം തരുന്നുണ്ട്. ഈ പെണ്ണിനെ പോലെ തന്നെ ഇതേ പ്രക്രിയയിലെ സ്റ്റേക്ക് ഹോൾഡറാണ് ആ പെണ്ണിന്റെ ഉദരത്തിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന കുഞ്ഞ് മരണപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? കുഞ്ഞിന്റെ ജീവൻ ആര് സമാധാനം പറയും? ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ കുറിച്ച് ബോധമുണ്ടാകാനും അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനുമുള്ള ശേഷി പോലും എത്തിയിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് ആര് സമാധാനം പറയും? അതുകൊണ്ടാണ് സർക്കാരുകൾ നടപടിയെടുക്കുന്നത്. ഗവൺമെന്റ് കേസെടുത്താൽ പോലും ഇവിടുത്തെ ആശുപത്രി ലോബികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പ്രസ്താവന നടത്തുന്ന ആളുകൾ. നമ്മളുടെ രാജ്യത്ത് ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ് നമ്മളുടെ ജീവൻ, നമ്മളുടെ ആരോഗ്യത്തിന്റെ സംരക്ഷണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ പ്രോസിക്യൂഷനായി കോടതിയിൽ നമുക്ക് വേണ്ടി വാദിക്കുന്നത് ഗവൺമെന്റാണ്. നമ്മളെ ഒരാൾ കൊന്നാൽ പ്രതിഭാഗം വക്കീൽ കാണും, പ്രോസിക്യൂഷനായി നമുക്ക് വേണ്ടി വാദിക്കുന്ന പ്രോസിക്യൂട്ടർ ഗവൺമെന്റിന്റെ ആളാണ്. സർക്കാർ ശമ്പളം കൊടുത്ത് പ്രോസിക്യൂട്ടറെ നിശ്ചയിച്ചിരിക്കുകയാണ്. കാരണം നമ്മളുടെ ജീവൻ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തത്തിലുള്ളതാണ്. ഭരണഘടനയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാകത എത്തിയിട്ടില്ലാത്ത കുഞ്ഞിന്റെ ജീവന്റെ ഉത്തരവാദി സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വീട്ടിൽ അപകടകരമായ നിലയിൽ പ്രസവിക്കാനുള്ള പ്രവണത കാണിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ കുഞ്ഞോ തള്ളയോ മരിക്കട്ടെ മരിക്കാതിരിക്കട്ടെ, പക്ഷെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള വഴികൾ നൂറുകണക്കിന് തുറന്നു കിടക്കുന്ന അവസ്ഥയിൽ ഇങ്ങനത്തെ അതിബുദ്ധിക്ക് മുതിരുന്ന ആളുകൾക്കെതിരെ കേസെടുക്കുക എന്നുള്ളത് ജീവന്റെ സംരക്ഷണ ഉത്തരവാദിത്തം താൽക്കാലികമായി ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ പ്രസവം എന്ന സങ്കീർണമായ പ്രശ്നം ഇന്ന് നമുക്ക് നിലവിൽ എന്താണോ ഏറ്റവും കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്ന, ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന സംവിധാനം, ആ സംവിധാനത്തെ ആശ്രയിക്കുക എന്നുള്ളതാണ് ജീവന്റെ വിലയറിയുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാധ്യത എന്നുള്ളത്. പിന്നെ ചില ആളുകളുടെ പ്രസ്താവന, ഈ കഴിഞ്ഞ കുറെ ആഴ്ചകൾ ഇവിടെ വിവാദമായിരുന്നു. 4 വർഷം വരെ കുഞ്ഞ് ഗർഭത്തിൽ കിടക്കും എന്ന് പറയുന്ന ഒരു പ്രസ്താവന. ഈ പ്രസ്താവനയുടെ അപകടം നമ്മൾ തിരിച്ചറിയണം. ഇതെന്തിനു ഇവർ പറഞ്ഞു എന്നുള്ളത് തിരിച്ചറിയണം. 3, ഈ പ്രസ്താവന കേട്ടിട്ട് ഇസ്ലാമിനെയും ഖുർആാനിനെയും വിമർശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അപകടം എന്താണ് എന്ന് തിരിച്ചറിയണം. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, പെണ്ണിന്റെ ഗർഭകാലത്തെ കുറിച്ചോ അതിന്റെ സമയപരിധിയെ കുറിച്ചോ ഖുർആാനും ഹദീസും ഒന്നും ഒരു കാര്യവും ഒരു സ്ഥലത്തും പറയുന്നില്ല. എന്തായിരുന്നു പ്രശ്നം? ആദ്യ നൂറ്റാണ്ടുകളിൽ ഒരു പ്രശ്നമുണ്ടായി. കോടതിയുടെ മുമ്പിൽ ഒരു കേസ് വന്നു. ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം ഏതാണ്ട് 1.5 വർഷത്തിന് ശേഷം ആ പെണ്ണ് പ്രസവിച്ചു. ആ പെണ്ണിനെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിച്ചു. 1.5 വർഷം കഴിഞ്ഞാണ് നീ പ്രസവിക്കുന്നത്, 1.5 വർഷം മുമ്പ് നിന്റെ ഭർത്താവ് മരണപ്പെട്ടതാണ്, ഇവള് വിഭജിച്ചു. ഈ വ്യഭിചാര ആരോപണം വന്നാൽ 3-4 സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒന്ന്, ഈ കുട്ടി ഈ മരിച്ചുപോയ പിതാവിലേക്ക് ചേർക്കപ്പെടുകയില്ല. തന്തയില്ലാത്തവനെന്ന് ഈ കുട്ടിയെ ഗവൺമെന്റ് തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഈ കുട്ടിക്ക് അനന്തരാവകാശം ലഭിക്കുകയില്ല. 3, ഈ പെണ്ണിനെ കുറിച്ച് നാട്ടിൽ വ്യഭിചാരിണി എന്ന പരസ്യമായ ഒരു ആരോപണം ഉണ്ടാകും. ഈ പ്രശ്നം വന്നു. പക്ഷെ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഈ പെൺകുട്ടി മറ്റൊരാളുമായി യാതൊരു തരത്തിലുള്ള അവിഹിത ബന്ധത്തിലും ഏർപ്പെട്ടിട്ടില്ല എന്നും ഗവൺമെന്റിന് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ കോടതിക്ക് ബോധ്യപ്പെട്ടു. ഈ പെൺകുട്ടി പറയുന്നു, ഞാൻ ഒരാളുമായിട്ടും ഒരു തരത്തിലുള്ള ശാരീരിക ബന്ധവും ഏർപ്പെട്ടിട്ടില്ല, അതിനുള്ള ഒരു സാധ്യതയും ബാഹ്യമായിട്ടില്ല. പക്ഷെ 1.5 വർഷം കഴിഞ്ഞാണ് പ്രസവിച്ചത്. കോടതി എന്ത് ചെയ്തു? അന്ന് ജീവിച്ചിരുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ അവരന്വേഷിച്ചു, ഇങ്ങനെ 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം വരെയൊക്കെ ഒരു പെണ്ണിന്റെ ഉള്ളിൽ കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടക്കാനുള്ള സാധ്യതയുണ്ടോ? നാട് മുഴുവൻ അന്വേഷിച്ചു.
നമ്മളെപ്പോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ട് ആ കമന്റിൽ വരുന്ന ഉത്തരം കൊണ്ട് ഒരു കൺഫെഷനിലേക്ക് എത്തുന്ന അവസ്ഥയല്ല. നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാവുകയില്ല. ചായക്കടയിലും റോഡിലും ഇരുന്ന് ഒരാണും പെണ്ണും ഒരുമിച്ച് നടന്നു പോയാൽ അവളെയും അവനെയും ചേർത്ത് സകലമാന അവിഹിത കഥകളും പറയുന്ന ഒരു പെണ്ണിന്റെ പാതിവൃത്യത്തെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നതിന്റെ ഗൗരവം അറിയാത്ത നമുക്ക് ഈ വിഷയം മനസ്സിലാവുകയില്ല. അവര് നാട് മുഴുവൻ അന്വേഷിച്ചിട്ട് അവസാനം ഹജ്ജിന്റെ സമയം മക്കയിലേക്ക് വന്നു. എല്ലാ നാട്ടിൽ നിന്നും ആളുകൾ വരുന്നതാണ്. അപൂർവം ചില സ്ത്രീകൾ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, മറ്റാരുമായി ബന്ധപ്പെടാതെ 2 വർഷം, ചിലര് 4 വർഷം വരെ ഗർഭത്തിൽ കിടന്നു എന്ന് ചില പെണ്ണുങ്ങൾ അവരവരുടെ ടെസ്റ്റിമണി രേഖപ്പെടുത്തി. ഇന്നും ഗർഭത്തിന്റെ പ്രായം നമ്മൾ നിശ്ചയിക്കുന്നത് പെണ്ണുങ്ങളോട് ചോദിച്ച് അവരുടെ മെൻസസ് നിന്ന സമയം നോക്കിയിട്ടാണ്. ഈ ടെസ്റ്റ് മണി അവരുടെ ജഡ്ജ്മെന്റിൽ എഴുതി വെച്ചു. ചില പ്രദേശത്തെ സ്ത്രീകൾ 2 വർഷം വരെയും 4 വർഷം വരെയും അവരുടെ ഉള്ളിൽ കുഞ്ഞ് കിടന്നു എന്ന് മൊഴി തന്നിട്ടുണ്ട്. ബിൽ ഇസ്തിഖ്റാ, അറബിയിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്തിഖ്റാ എന്ന് പറഞ്ഞാൽ അന്ന് അവർക്ക് നിലവിൽ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്താൻ ഉണ്ടായിരുന്ന ഒരേ ഒരു സംവിധാനം സ്റ്റാറ്റിക്സ് ആണ്. ആളുകളോട് സെൻസസ് എടുക്കുന്നത് പോലെ അവരുടെ അവസ്ഥകളെ കുറിച്ച് ചോദിക്കലാണ്. അങ്ങനെ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളോട് 4 വർഷം വരെ കുട്ടി കിടക്കാമെന്ന ടെസ്റ്റ് മണി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പെണ്ണിനെ കുറിച്ച് 2 വർഷം അല്ലെങ്കിൽ 4 വർഷം വരെ ഭർത്താവ് ഇല്ലാതിരിക്കെ തന്നെ ആ കുട്ടി ഗർഭിണിയായാൽ ബാഹ്യമായ മറ്റൊരു വ്യക്തമായ തെളിവുമില്ലാതെ ആ പെണ്ണിനെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്താൻ പാടില്ല എന്ന് അന്നത്തെ കോടതികൾ വിധിച്ചു. എന്തിനാ ഇത് പറഞ്ഞത്? ഒരു പെണ്ണിനെ കുറിച്ച് ഭർത്താവ് ഉണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ, മരണപ്പെടാതിരിക്കട്ടെ, ഞങ്ങൾക്ക് ഇന്ന് നിലവിലുള്ള സംവിധാനം വെച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ചില നാടുകളിൽ ഇന്ന് ജനറ്റിക് മ്യൂട്ടേഷനിലും ഹ്യൂമൻ എവല്യൂഷനിലും ഒക്കെ വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലം, നാട്, ഭക്ഷണം, കാലാവസ്ഥ ഇതിന്റെ ഒക്കെ മാറ്റത്തിനനുസരിച്ച് മനുഷ്യന്റെ അനാട്ടമിയിലും മനുഷ്യന്റെ ശാരീരിക ഘടനകളിലും ഒക്കെ വ്യത്യാസം വരാമെന്ന് പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1500 വർഷം മുമ്പ് വ്യഭിചാരാരോപണവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കേസിൽ ഇങ്ങനെ ടെസ്റ്റ് മണിയുടെ അടിസ്ഥാനത്തിൽ അവർ വിധി പറഞ്ഞു. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ടെസ്റ്റ് മണി. ഒരു പെണ്ണിനെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായി പറയാൻ പറ്റുന്ന തെളിവ് വേണം. ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറ്റുകയില്ല എന്ന് വിധിച്ചു. ഇത് ഖുർആനും ഹദീസും ഒന്നും പറഞ്ഞതല്ല. അന്നത്തെ ചില പണ്ഡിതന്മാര് അവർക്ക് പറ്റുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ നൽകിയ ജഡ്ജ്മെന്റ് ആണ്. ഇത് ലോകത്ത് അങ്ങനെയാണ്. നമ്മൾ ഫിസിക്സ് പോലും എടുത്തു നോക്കിയാൽ ഗലീലിയോ കണ്ടെത്തിയ പലതും ന്യൂട്ടൺ വന്ന സമയത്ത് പഴങ്കഥയായി മാറി. ന്യൂട്ടന്റെ പല സിദ്ധാന്തങ്ങളും ഐൻസ്റ്റീൻ വന്ന സമയത്ത് ന്യൂട്ടന്റെ പല കണ്ടെത്തലുകളെയും തള്ളിക്കളഞ്ഞു. സാക്ഷാൽ ഐൻസ്റ്റീനെ പോലും ക്വാണ്ടം മെക്കാനിക്സും ക്വാണ്ടം ഫിസിക്സും ഒക്കെ വന്നപ്പോൾ കണ്ടെത്തി ഒരു കാലത്ത് ശാസ്ത്രീയ കണ്ടെത്തലുകളായി ആഘോഷിച്ച പലതിനെയും തള്ളിക്കളയേണ്ടി വന്നു. എന്നതുപോലെ ഏതാണ്ട് 1500 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രീയമായി അവർ എത്തി നിൽക്കുന്ന പുരോഗതിയിൽ അടിസ്ഥാനത്തിൽ അവർ നടപ്പിലാക്കിയ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിച്ച ടെസ്റ്റ് മണിയുടെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ കോടതി വിധിയെ ഇന്ന് അറബിയിൽ എടുത്ത് ഉദ്ധരിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഇത് ഖുർആൻ പറഞ്ഞതാണ് എന്ന്. ഖുർആനിനെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും പോയി ആക്രമിക്കും. വായിൽ നിന്ന് കാഫിറായി പോകുന്ന വാക്കുകൾ വരും. ഈ വാക്ക് വരുന്നതിന്റെ ഉത്തരവാദി ഇതിനെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാതെ കേവലം അറബി വാക്കർത്ഥം മാത്രം നോക്കി എടുത്തുദ്ധരിക്കുന്ന പണ്ഡിതന്മാരാണ്. ഇതിൽ രണ്ടാമത്തെ വിഷയം, ഇവർ ഈ വ്യഭിചാര ആരോപണവുമായി ബന്ധപ്പെട്ട ജഡ്ജ്മെന്റിൽ പറഞ്ഞ കാര്യം ഇവരുന്നയിക്കുന്നത് ആശുപത്രികളൊക്കെ ഇന്ന് ഡോക്ടറിന്റെ സൗകര്യം നോക്കി സിസേറിയൻ ചെയ്യുന്നതിന് വേണ്ടി തോന്നുന്ന സമയത്ത് 8 or 9 മാസം ഒക്കെ ആവുമ്പോൾ സിസേറിയൻ ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആശുപത്രിയിൽ പോകരുത്, കുഞ്ഞിന് ശ്വാസം മുട്ടുണ്ടാകട്ടെ, കുഞ്ഞകത്ത് കിടന്ന് മരിക്കട്ടെ, നിങ്ങൾ സിസേറിയൻ ചെയ്യരുത്, മന്ത്രവാദവും സൂചിയുമായി ഞങ്ങളുടെ അടുക്കലേക്ക് വരണം എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ആദരിക്കുന്ന പണ്ഡിതന്മാര് മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി പറഞ്ഞ വാക്യങ്ങളെ അവസരം മാറ്റി ഉദ്ധരിച്ചുകൊണ്ട് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞത് നമ്മളുടെ കൂട്ടത്തിൽ തന്നെ പല ആളുകളും ഇതെന്തോ ഖുർആനിലും ഹദീസിലും ഇസ്ലാമിക നിയമത്തിലും പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്, ഇതൊക്കെ പൊട്ടത്തരമാണ് എന്ന് ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. ഈ പണ്ഡിതന്മാർ പോലും വ്യക്തമായി പറഞ്ഞു, ബിൽ ഇസ്തിഖ്റാ അക്തറു മുദ്ദത്തിൽ ഹംരി 40 സനവാതിൻ ബിൽ ഇസ്തിഖ്റാ. ഞങ്ങൾ അന്വേഷിച്ചപ്പോ 4 വർഷം എന്ന് കിട്ടി. ഇനി ഒരു കാലത്ത് മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ ഇതിന്റെ കൃത്യമായ കണക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ ഇതിനെ നിങ്ങൾ അവലംബിക്കരുത് എന്ന് എഴുതി വെച്ച പണ്ഡിതന്മാരുടെ പേരിൽ ഇന്ന് അവനവന്റെ അന്നത്തിന് വേണ്ടി അവനവന്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തുദ്ധരിക്കുന്ന ഒരു കാലമാണ്. പിന്നെ പറയുന്ന ഒരു ആരോപണം ഹോസ്പിറ്റലുകളിൽ ചൂഷണം നടക്കുന്നുണ്ട് എന്നാണ്. സത്യമാണ്, ലോകത്ത് പല ആശുപത്രികളിലും ചൂഷണങ്ങൾ നടക്കാറുണ്ട്. അത് ആശുപത്രിയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും
എസ്റ്റാബ്ലിഷ് ആയ ഏതെല്ലാം വരുമാനത്തിന്റെ മേഖലയുണ്ടോ അവിടെ മുഴുവൻ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ ആവശ്യമില്ലാതെ സ്കാനും മരുന്നും ഒക്കെ എഴുതി തന്ന് നമ്മളെ ചൂഷണം ചെയ്യും. പാവം ഇവിടെ ഫ്രൂട്ട്സ് കട നടത്തുന്നവനായിരിക്കും ആശുപത്രിയിൽ പോകുമ്പോൾ ഇത് ചെയ്യുന്നത്. ഈ ഡോക്ടർ OP ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി 2 കിലോ ആപ്പിൾ മേടിക്കാൻ വരുമ്പോ 2 ആപ്പിൾ ചീഞ്ഞ് ഇട്ടിട്ട് ഈ ഡോക്ടറിനെ ഇവനും ചൂഷണം ചെയ്യും. ഇതേ ഡോക്ടർ ഇവിടുന്ന് അവിടം വരെ പോകാൻ ഓട്ടോയിൽ കയറുമ്പോ മീറ്ററിൽ എന്തെങ്കിലും വെച്ചിട്ട് ഓട്ടോക്കാരൻ ഡോക്ടറിനെ ചൂഷണം ചെയ്യും. ഹോട്ടലിൽ പോയി ബീഫ് ഫ്രൈ മേടിക്കുമ്പോ ബീഫിനകത്ത് 2 എണ്ണം വേറെ എന്തെങ്കിലും ഇട്ടിട്ട് ഹോട്ടലുകാരൻ ഡോക്ടറിനെ ചൂഷണം ചെയ്യും. ലോകത്തെ എല്ലാ മേഖലയിലും ഈ ചൂഷണം നടക്കുന്നുണ്ട്. എന്തിനേറെ കഴിഞ്ഞ മാസം കേരള പോലീസ് മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്ത ഒരു കേസ്, 2 കൂട്ടം യുവാക്കൾ പരസ്പരം തമ്മിലടിക്കുന്നു. അവസാനം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിൽ വിളിച്ചപ്പോ ഒരുത്തൻ MDMA മറ്റവന് വിറ്റപ്പോ അതിനകത്ത് ഉപ്പിട്ട് മായം കലർത്തി വിറ്റു എന്നുള്ളതാണ് കേസ്. എന്ത് ചെയ്യും? ലീഗൽ മെട്രോളജിയിലോ അല്ലെങ്കിൽ വ്യവസായ വകുപ്പിലോ പരാതി കൊടുക്കാൻ പറ്റൂല. കച്ചവടമേ ഇല്ലീഗൽ. അങ്ങനത്തെ ഇല്ലീഗലായ കച്ചവടത്തിൽ പോലും തട്ടിപ്പ് നടക്കുന്ന ഒരു ലോകത്ത് ജീവിക്കുമ്പോ അതിന് ആശുപത്രിയിൽ മാത്രം ചൂഷണം നടക്കുന്നു എന്ന് പറയുന്നത് വെറും വിഡ്ഢിത്തരമാണ്. ഇവിടെ വരുന്ന പച്ചക്കറികളിലും പഴങ്ങളിലും ഒക്കെ വിഷമടിക്കുന്നു എന്ന് പറയുന്നു. എന്താ പരിഹാരമായിട്ട്? ആരും പച്ചക്കറി കഴിക്കണ്ട, ഫ്രൂട്ട്സ് കഴിക്കണ്ട എന്ന് ഇവർ പറയുമോ? അതുകൊണ്ട് ആരും ആശുപത്രിയിൽ പോകണ്ട, ഇന്ന ആശുപത്രിയിൽ ഇന്ന രോഗിയെ കൊന്നതാണെന്ന് നാട്ടുകാർ പറയുന്നു, അതുകൊണ്ട് ആരും ആശുപത്രിയിൽ പോകണ്ട എന്ന് പറയുന്നത് വിരോധാഭാസമാണ്. ലോകത്തെല്ലാ സ്ഥലത്തും ചൂഷണം നടക്കുന്നുണ്ട്. ചൂഷണത്തിന് മരുന്ന് അങ്ങോട്ട് പോകാതിരിക്കലല്ല. വൈലുല്ലിൽ മുത്തഫ്ഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. അളവ് തൂക്കത്തിൽ ഇടപാടുകളിൽ കള്ളത്തരം കാണിക്കുന്ന മുഴുവൻ ആളുകൾക്കും മഹാനാശം. വൈദാ കാലൂഹും ഔവസനൂഹും യുഖ്സിറൂൻ. വാങ്ങാനുള്ളതൊക്കെ കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി വാങ്ങും. എന്നിട്ട് അങ്ങോട്ട് കൊടുക്കേണ്ട സർവീസുകൾ, അങ്ങോട്ട് കൊടുക്കേണ്ട ഗുഡ്സുകൾ, അങ്ങോട്ട് കൊടുക്കേണ്ട ചരക്കുകൾ അതിൽ കൃത്രിമം കാണിച്ച് വിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും മഹാനാശം. അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരേ ഒരു കാര്യം, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാവരും ചെന്ന് നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. ലിയൗമിൻ അളീം. അന്നത്തെ ദിവസം സകല ചൂഷണങ്ങളെയും, അത് ഫ്രൂട്ട്സിൽ അളിഞ്ഞതും പച്ചയും പഴുക്കാത്തതും ഒക്കെ ചേർത്ത് വിറ്റവനാണെങ്കിലും, ഭക്ഷണത്തിൽ മായം ചേർത്ത് വിറ്റവനാണെങ്കിലും, ആശുപത്രികളിൽ അനാവശ്യമായി മരുന്നുകൾ എഴുതി കൊടുത്ത് രോഗികളെ പറ്റിച്ചവനാണെങ്കിലും എല്ലാവരും ചെയ്ത ചൂഷണത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് രോഗങ്ങൾ വന്നാൽ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ 1-2 സംഭവങ്ങൾ എടുത്തിട്ട് അതിനെ ജനറലൈസ് ചെയ്യും. ഏതെങ്കിലും 1,00,000 പ്രസവം നടക്കുന്നിടത്ത് 3 പേര് മരിച്ചാൽ ഈ 3 മരണ വാർത്തയായിരിക്കും പിന്നെ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ മുഴുവൻ. കഴിഞ്ഞ ദിവസം നമ്മളുടെ രാജ്യത്ത് നടുക്കിയ ഒരു ഭീകരാക്രമണം നടന്നു. അതിൽ ചില ആളുകൾ മതം നോക്കി കൊന്നു എന്ന 1-2 സ്റ്റേറ്റ്മെന്റുകൾ അതിലിരയായ ആളുകളുടെ ഭാഗത്ത് നിന്ന് വന്നു. നമ്മളുടെ നാട്ടിൽ ചില പ്രത്യേക ദുരുദ്ദേശത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന ആളുകൾ, ചില ദുരുദ്ദേശത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന മീഡിയകൾ അത് മാത്രം പറഞ്ഞു. അതിനു മുമ്പും ശേഷവും അതേ മതം, ഏത് മതത്തെയാണോ പ്രതിസ്ഥാനത്ത് നിർത്താൻ ഈ സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ട് ശ്രമിക്കുന്നത്, അതേ മതത്തിന്റെ ആളുകൾ അവരവരുടെ മതം നോക്കാതെ സ്വന്തം ജീവൻ പണയം വെച്ച് തന്റെ രാജ്യത്ത് താമസിക്കുന്ന തങ്ങളുടെ നാട്ടിലേക്ക് വന്ന അതിഥികളായ തങ്ങളുടെ സഹോദരന്മാരെ സംരക്ഷിച്ചതിന്റെ കഥ വിശാലമായി ബൈറ്റിൽ കൊടുത്തിട്ട് ഈ ബൈറ്റുകളൊന്നും പറയാതെ സോഷ്യൽ മീഡിയകളിൽ ആ 30 സെക്കൻഡ് മാത്രം കട്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കുന്ന 1-2 ആളുകളുടെ പ്രവൃത്തി മൂലം ഒരു സമുദായത്തെ മുഴുവൻ ജനറലൈസ് ചെയ്യുന്ന അതേ പ്രവൃത്തിയാണ് ഇവിടെ 1-2 കേസുകളിൽ ആശുപത്രികളിൽ മരിച്ചു എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ആശുപത്രികളിൽ നടക്കുന്നത് മുഴുവൻ ചൂഷണമാണ് എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയില്ല അവിടെ നടന്ന ആക്രമണത്തെ കുറിച്ച്. നമ്മളുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചും ആ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിനുള്ള സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ ആ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് അന്വേഷിക്കുകയും അതിന്റെ പ്രതികളെ കണ്ടെത്തി ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അവരാ പണി ചെയ്യണം. ആ പണിയിൽ, ആ പാപകർമ്മത്തിൽ ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ ആര് പങ്കായാലും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ എതിർക്കുകയും അത് മഹാപാതകമാണെന്നും ലോകത്തിന്റെ മുമ്പിൽ മാതൃകയാകുന്ന തരത്തിൽ ശിക്ഷ കൊടുക്കണമെന്നുമുള്ളതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ കഴിഞ്ഞ കുറെ കാലമായി കശ്മീരിന്റെ പല ഭാഗങ്ങളിൽ നടന്ന ആക്രമണങ്ങളെ കുറിച്ച് സത്യപാൽ മല്ലിക്കിനെ പോലത്തെ ഗവർണർമാരെ നടത്തിയ പബ്ലിക് സ്റ്റേറ്റ്മെന്റുകൾ ഇന്നും പബ്ലിക്കിൽ കിടക്കുമ്പോൾ, ഇന്നും കോടതികളുടെ പരിഗണനയിലുള്ള പല ഫയലുകളിലും സ്റ്റേറ്റ്മെന്റായി വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ളപ്പോൾ ആർക്കും ഏത് മതത്തിൽപ്പെട്ടവനെയും കൂലിക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം പട്ടിണി മൂലം ആ നാട്ടിൽ ഉള്ള സമയത്ത് ആർക്കെതിരെയും ഏത് നറേഷനെതിരെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്കതിന്റെ വാസ്തവം അറിഞ്ഞേ മതിയാകും. ലോകത്ത് നടന്നിട്ടുള്ള 9/11 മുതൽ
പേൾ ഹാർബർ വരെയുള്ള ലോകം നടുക്കിയ ആക്രമണങ്ങളെ കുറിച്ചെല്ലാം ഇതൊക്കെ ഫാൾസ് ഫ്ലാഗ് അറ്റാക്ക് ആണെന്ന് ലോകത്ത് അറിയപ്പെട്ട ഒതന്റിക്കായ ഹിസ്റ്റോറിയന്മാരുടെ നറേഷൻ നിലനിൽക്കുന്ന ഒരു കാലത്ത് നമുക്കറിയില്ല ആര് എന്ത് ലക്ഷ്യം വെച്ചാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പാണോ, ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്ത നടപടിയാണോ, അതല്ല ആ മേഖലയെ അവിടുത്തെ ടൂറിസത്തെ തകർക്കലാണോ, ഇതൊന്നും നമുക്കറിയില്ല. വീണ് കിട്ടിയ ഒരു അവസരം മുതലാക്കുക എന്ന ഒരു ശൈലിയിൽ വൈകാരികമായി ജനങ്ങളെ ഉണർത്തി ഒരു സമുദായത്തിനെതിരെ പരസ്യമായി കമന്റ് ഇടാനും സ്റ്റേറ്റ്മെന്റുകൾ നടത്താനും ചാനൽ ചർച്ചയിൽ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ രാജ്യത്തിന്റെ സമാധാനം കെടുത്തുന്ന തരത്തിലുള്ള നിലപാടുകൾ ഇങ്ങനത്തെ ആക്രമണത്തിനെതിരെ എടുക്കുകയും അല്ലെങ്കിൽ അതിന് കണ്ണടക്കുകയും ചെയ്യുന്നത് ശരിയല്ല. രാജ്യത്തിന്റെ അഖണ്ഡതയെ, രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കുന്നതാണ്. അപ്പൊ ഇവിടെ ചാനലുകാർ ചെയ്യുന്ന ഇതേ പണിയാണ് ഹോസ്പിറ്റലിനെതിരെ സൂചി കൊണ്ട് മനുഷ്യനെ കൊല്ലുന്ന ആളുകളും ചെയ്യുന്നത്. 1 ലക്ഷം പ്രസവത്തിൽ 10 പേര് മരിച്ചു കഴിഞ്ഞാൽ ഇതെടുത്ത് കാണിക്കും. ആശുപത്രിയിൽ മരിക്കുന്നു, വീട്ടിലും മരിക്കുന്നു. ആശുപത്രിയിൽ പോയാൽ അസ്രായിൽ വരാതിരിക്കുമോ, വീട്ടിൽ മാത്രമേ വരുമുള്ളൂ എന്ന ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പ്രശ്നം. നമുക്കിത് പറയേണ്ടി വരുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഇസ്ലാമിലെ പിഴച്ച വിഭാഗമുണ്ട് ജഹ്മികൾ. അവരുടെ വിശ്വാസം തന്നെ എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്, നമ്മൾ ഒന്നും ചെയ്യണ്ട. തിരുവനന്തപുരത്തേക്ക് പോകാൻ എറണാകുളത്തേക്ക് പോകുന്ന ട്രെയിനിൽ കയറി ഇരുന്നിട്ട് അല്ല നോക്കിക്കോളും എന്ന് പറയുന്നത് പോലത്തെ വിഡ്ഢിത്തരമാണ് ഈ അറബി അക്ഷരങ്ങളുടെയും ഈ കിതാബുകളുടെയും ഉദ്ധരിച്ചുകൊണ്ട് ഈ വിവരദോഷികളായ ആളുകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കൊലപാതകികളായ ആളുകൾ പറയുന്നത്. ചെയ്യേണ്ട പണി കൃത്യമായി ചെയ്യണം. നിബിധങ്ങളുടെ മുമ്പിലേക്ക് ഒട്ടകത്തെ അഴിച്ചുവിട്ടിട്ട് ഒട്ടകത്തെ നഷ്ടപ്പെട്ടു പോയി എന്ന് പരാതി പറയാൻ വന്നപ്പോ ടൈ ദ ക്യാമൽ ഫസ്റ്റ്, ആദ്യം ഒട്ടകത്തെ കെട്ടിയിട്, അല്ലാതെ വീടിന്റെ വാതിൽ തുറന്നിട്ടിട്ട് കള്ളം കയറി എന്ന് പരാതി പറയുന്നത് പോലെ ഇസ്ലാമിക വിശ്വാസമായ ഖദറിനെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ. ആശുപത്രിയിലും പോകണ്ട, ഒന്നും ചെയ്യണ്ട, ചില ആയത്തുകൾ ഓതി മന്ത്രിച്ചാൽ രോഗം മാറും, ചില സൂചി കൊണ്ട് ചില പോയിന്റിൽ കുത്തിയാൽ രോഗം മാറും എന്ന് പറയുന്ന അവസ്ഥ. ഇന്ന് എല്ലാത്തിനും അള്ളാഹുവിന്റെ ആയത്തുകളെ ദുരുപയോഗം ചെയ്യുന്ന കാലമാണ്. എല്ലാത്തിനും ആയത്ത്. ഈ അടുത്തൊരാൾ വിളിച്ചു ചോദിച്ചു, വീട്ടിലെ കള്ളം കയറാതിരിക്കാൻ ആയത്തുണ്ടോന്ന്. ഞാൻ പറഞ്ഞു കുറെ ആയത്തുണ്ട്, പക്ഷെ ഇത് കള്ളം പഠിക്കണം. നമ്മൾ ഓതിയാൻ പറ്റില്ല, കള്ളം പഠിക്കണം. എന്ത് പണി ഇവിടെ ചെയ്താലും എന്ത് കട്ടാലും ഇതൊക്കെ തലയിൽ ചുമന്നുകൊണ്ട് ആഖിറത്തിൽ ഈ കള്ളൻ വന്ന് നിൽക്കേണ്ടി വരുമെന്ന ആയത്ത് ഖുർആനിലുണ്ട്. ഇത് നമ്മൾ ഊതിയിട്ട് കഥകൾ തുറന്നിട്ടിട്ട് കിടന്നാൽ പറ്റൂല. കള്ളം പഠിച്ച് കള്ളന് ബോധ്യം വരണം. ഇതാണ് വീട്ടിൽ കള്ളം കയറാതിരിക്കാനുള്ള ആയത്ത്. എന്നതുപോലെ ഇന്നൊരു ഭാഗത്ത് മതം, മറ്റൊരു ഭാഗത്ത് മതത്തിന്റെ ചില ഭാഗങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് കേവലം 1 വർഷത്തെയും 6 മാസത്തെയും കോഴ്സിലൂടെ നീഡിൽ തെറാപ്പി പഠിച്ചിട്ട് മോഡേൺ മെഡിസിനെയും നിലനിൽക്കുന്ന മുഴുവൻ സംവിധാനങ്ങളെയും വിമർശിച്ചും ആക്ഷേപിച്ചും ഈ തരത്തിലുള്ള പാലസികളിലൂടെ അതിനെ ചൂഷണത്തിന്റെ മേഖലയാക്കി ചിത്രീകരിച്ചും സ്വന്തം ലാഭത്തിനു വേണ്ടി മതത്തിന്റെ ചിഹ്നങ്ങളെയും ആയത്തുകളെയും ദേശങ്ങളെയും ദുരുപയോഗം ചെയ്യുന്ന ആളുകൾക്കെതിരെ ഈ സമുദായം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഇനിയും അപകടത്തിന്റെ പടുകുഴികളിലേക്ക് അവർ വീഴേണ്ടി വരും. പിന്നെ പ്രത്യേകിച്ച് ഈ ആഴ്ച പറയാനുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാലം ചെയ്ത പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ചാണ്. മനുഷ്യത്വത്തിന് വേണ്ടി ജീവിച്ച് താൻ ജീവിക്കുന്ന കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ച് അശരണർക്കും അവശർക്കും പട്ടിണി കിടക്കുന്ന മനുഷ്യർക്കും വേണ്ടി തന്റെ സകല പ്രസംഗങ്ങളിലും സകല പ്രസ്താവനകളിലും മുൻതൂക്കം നൽകിയിരുന്ന പോപ്പ് കാലം ചെയ്തതിന്റെ പേരിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഒരു ജനത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വത്തിക്കാനിലും റോമിലുമല്ല, ഫലസ്തീനിലെ ഹോളി ചർച്ചിൽ 1000-ലധികം അഭയാർത്ഥികളായി പ്രവേശിച്ചിരിക്കുന്ന ഫലസ്തീനിലെ കുട്ടികൾക്കാണ്. ഈ കഴിഞ്ഞ മരണത്തിന് കുറെ ആഴ്ചകൾക്ക് മുമ്പുള്ള ദിവസങ്ങളിൽ നിത്യവും ഫലസ്തീനിലെ ഹോളി ചർച്ചിൽ കണ്ടിരുന്ന ഒരു കാഴ്ചയുണ്ട്. രാത്രി യുദ്ധത്തിന്റെയും പട്ടിണിയുടെയും ഭീതിയിൽ കഴിയുന്ന മക്കളുടെ ഇടയിലേക്ക് മരണപ്പെട്ടു പോയ കാലം ചെയ്ത പോപ്പ് ഫ്രാൻസിസ് വീഡിയോ കോളിൽ വരും. നമ്മൾ ആലോചിക്കണം, ലോകത്തിന്റെ ഏറ്റവും വലിയ പവർ, ഏറ്റവും ശക്തി കേന്ദ്രത്തിൽ ഇരുന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയും JD വാൻസിനെ പോലും രാഷ്ട്രീയ നിലപാടുകൾ മാറ്റാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ തന്റെ പ്രസ്താവനകൾക്കും കത്തുകൾക്കും കരുത്തുണ്ടെന്ന് തെളിയിച്ച പോപ്പ് ഫ്രാൻസിസ് ഫലസ്തീനിലെ പട്ടിണി കിടക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളോട് രാത്രിയിൽ മൊബൈലിൽ വീഡിയോ കോൾ ചെയ്ത്, മക്കളെ നിങ്ങൾ വല്ലതും കഴിച്ചോ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ തന്റെ മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസത്തിലെ ഈസ്റ്റർ സന്ദേശത്തിൽ പോലും ഇസ്രായേൽ ഫലസ്തീൻ വെടിനിർത്തൽ വേണം, ലോകത്ത് യുദ്ധത്തിന്റെയും പട്ടിണിയുടെയും ഭീതി അനുഭവിക്കുന്ന 2 രാജ്യത്തിന്റെയും സകലമായ കുട്ടികളെയും പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെയും ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി പണിയെടുക്കണം, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പ്രസ്താവന ഇറക്കിയിട്ട് കാലം ചെയ്തു പോയ ലോകം കണ്ട മഹാനായ ഇടയനായ പോപ്പ് ഫ്രാൻസിസിന്റെ വേർപാടിൽ ലോകം മുഴുവൻ സങ്കടത്തിൽ നിൽക്കുകയാണ്. അതുപോലത്തെ മനുഷ്യരെ ഇനിയും ലോകത്ത് ഉണ്ടാകട്ടെ. നമ്മളുടെ നാടുകളിൽ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ഇടയന്മാർ എല്ലാ സമുദായത്തിൽ നിന്നും ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട ബാക്കി വിഷയം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ പറയാം.